സംസ്ഥാനത്ത് കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷൻ വർദ്ധിക്കുന്നു. കേരള പോലീസ് ആരംഭിച്ച ഡിജിറ്റൽ അഡിക്ഷൻ സെന്ററുകളിൽ 6 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 443 കേസുകളാണ്. കൊച്ചിയിൽ മാത്രം 53 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി വർദ്ധിക്കുന്നതായാണ് സമീപകാല കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാവരും മൊബൈൽ സ്ക്രീനിന് മുന്നിൽ തന്നെയായതോടെ ഇതുണ്ടാക്കുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും വലുതാണ്. ഫോണോ കമ്പ്യൂട്ടറോ അമിതമായി ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ അഡിക്ഷൻ കുട്ടികൾക്ക് പഠനത്തിലും കായിക വിനോദങ്ങളിലുമുള്ള താല്പര്യം കുറയ്ക്കുകയും ഉറക്കക്കുറവിനും മാനസിക പിരിമുറുക്കങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നുണ്ട്. കേരള പോലീസിന്റെ DDAD എന്ന ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകളിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്ത കണക്കുകളിൽ ക്രമാതീതമായ വർധനവാണുള്ളത്. കോഴിക്കോടാണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നാലെ കൊല്ലവും കൊച്ചിയുമുണ്ട്. DDAD സെന്ററുകളിൽ എത്തുന്ന ഡിജിറ്റൽ അഡ്മിഷൻ കണക്കുകൾ മാത്രമാണ് പുറത്തുവരുന്നത്. കൗൺസിലിംഗിലൂടെ സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തിലേക്ക് കുട്ടികളെ എത്തിക്കാനാകും. ഈ ഒരു സ്ക്രീൻ ടൈമിൻ്റെ അളവ് കുറച്ചും കൂടെ കൂടി അതൊരു സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തുമ്പോഴത്തേക്കും അതൊരു ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ടുള്ള ദേഷ്യം, വാശി, അഗ്രഷൻ, സ്കൂൾ റെഫ്യൂസൽ, സ്കൂളിലോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, ത്രെട്ടനിങ് ബിഹേവിയേഴ്സ്, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഫോൺ കിട്ടിയില്ലെങ്കിലുള്ള ത്രെട്ടനിങ് ബിഹേവിയേഴ്സിലോട്ട് വരെ ഇത് ലീഡ് ചെയ്യാറുണ്ട്. 5 ഇയേഴ്സ് വരെ കുഞ്ഞുങ്ങളുടെ കോഗ്നിറ്റീവ്, സോഷ്യൽ, ബിഹേവിയറൽ ഏരിയാസിൽ ഫുൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 0 സ്ക്രീൻ ടൈം ആയിരിക്കും ബെറ്റർ. കുട്ടികളിലെ അമിതമായ മൊബൈൽ ഉപയോഗം, ഓൺലൈൻ ഗെയിം ആസക്തി, അശ്ലീല വെബ്സൈറ്റുകൾ സന്ദർശിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്തുന്നത്. ഡിജിറ്റൽ അഡിക്ഷനിൽ കുട്ടികളിൽ ആത്മഹത്യാ പ്രവണതയടക്കമുണ്ടാകുന്നുണ്ട്. മനഃശാസ്ത്ര വിദഗ്ധർ തയ്യാറാക്കുന്ന ഇന്റർനെറ്റ് അഡിക്ഷൻ ടെസ്റ്റിലൂടെയാണ് ഡിജിറ്റൽ ആസക്തിയുടെ തോത് മനസ്സിലാക്കുന്നതും കൗൺസിലിംഗിലൂടെ അഡിക്ഷൻ മാറ്റിക്കൊണ്ടുവരുന്നതും. ജനം, കൊച്ചി.